സി പി ജോൺ നോക്കൂ, തനത് വരുമാന വളർച്ചയിലുണ്ടായിട്ടുള്ള മാറ്റം ഇരട്ടിയാകുന്നു എന്നുള്ളത്. അതായത് 21-22 47,661 ആയത് ഇപ്പോൾ ഏതാണ്ട് 78,000 കോടിയായിരിക്കുന്നു. അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും ഇരട്ടിയാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് സ്വപ്നതുല്യ നേട്ടമാണ്. ഇത് തനത് വരുമാന വളർച്ചയിൽ മാത്രമല്ല, നമ്മളിപ്പോൾ കേന്ദ്രം, അതാണ് നേരത്തെ ശ്രീ പി ചിത്തരഞ്ജൻ പറഞ്ഞത്, താങ്കൾ എന്തുകൊണ്ടാണ് ആ വിഷയം തൊടാതെ പോകുന്നത് എന്നുള്ളത്. 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്ത കേന്ദ്രം 35 രൂപ തരുമായിരുന്നു ദേശീയ ശരാശരി. ഇപ്പോൾ അത് 21 രൂപയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പരിദേവനം. എന്നിട്ട് പറയുന്നത് തകരില്ല, തളരില്ല, തകർക്കാനാകില്ല. അതെ, നല്ലൊരു മുദ്രാവാക്യമാണത്. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. എന്തായാലും നമ്മുടെ ബാലഗോപാൽ വളരെ ഭംഗിയായിട്ട് ഏത് വർഷത്തിലാണ് തുടങ്ങിയത്? 2021-ലല്ലേ? 21-22 നികേഷ്, 2021-ലല്ലേ? 2021 47,660. അല്ല, 22-ൽ 58,000. അതെ, 58,380. അതെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ലോ ബേസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 19 കഴിഞ്ഞ് 20 ആയപ്പോൾ നമുക്ക് കോവിഡ് വന്നു, എല്ലാ ടാക്സുകളും കുറഞ്ഞു, GDP കുറഞ്ഞു, നമ്മൾ ഏറ്റവും താഴെ പോയി. അങ്ങനെ താഴെ പോയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ കുതിപ്പുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ കോവിഡും വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിന് മുൻപ് എനിക്ക് ഫിഗറുകൾ ഭാഗ്യവശാൽ ഓർമ്മയുണ്ട്. 1,06,000 കോടിയായിരുന്നു നമ്മുടെ 18-19 നമ്മുടെ മൊത്തം റവന്യൂ വരുമാനം. അത് പിന്നെ 97-ഉം 92-ഉം ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ കൂടിയതാണ് 1,16 ആയിട്ട് 21-22. ആ 1,16 എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ബജറ്റ് ഇൻ ബ്രീഫിൻ്റെ ഫസ്റ്റ് ഷീറ്റാണ് ഞാൻ വായിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നത്തേക്ക് എത്രയാണ് കൂടിയത്? 71,968. അപ്പോൾ ഈ വർധനവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനൊരു കണക്കുണ്ട്. 7% വെച്ചാണ് വർദ്ധിക്കുന്നതിൽ 10 വർഷം കൊണ്ട് ഡബിൾ ചെയ്യും. അതുപോലെ തന്നെ 10% ആണെങ്കിൽ 7 വർഷം കൊണ്ട് ഡബിൾ ചെയ്യും. 14% വർദ്ധിക്കുന്നതെങ്കിൽ അത് 5 വർഷം കൊണ്ട് ഡബിൾ ചെയ്യും. അത് വലിയ അത്ഭുതമൊന്നുമല്ല, ഒരു സിമ്പിൾ അരിത്തമെറ്റിക്സ് ആണ്. പലിശയാണെങ്കിലും കൊതുകിൻ്റെ എണ്ണാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഡബിൾ ചെയ്ത് തന്നെയാണ് പോവുക. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ? 71,968 ഇവിടെ അക്കൗണ്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ 22-23. ഇപ്പം എത്രയാണ്? 77,038 എന്ന് പറഞ്ഞാൽ ഇല്ല, 77 കുട്ടിയാണ് റൗണ്ട് ചെയ്യേണ്ടത്, പിന്നെ 0 ആണ്. അപ്പോൾ 71 എന്നുള്ളത് 77 6,000 കോടിയെ വർദ്ധിച്ചുള്ളൂ. എത്ര പെർസെൻ്റ് അത്? 10% ഇല്ല. അപ്പോൾ നമ്മൾ നല്ലൊരു പെർസെൻറ്റിൽ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ 84,883 കോടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ GDP ഗ്രോത്ത് വളരുകയും പെർ ക്യാപിറ്റ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർ ക്യാപിറ്റ GDP ഉയർന്നു നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ എപ്പോഴും 14-15%-ലെങ്കിലും സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ വർദ്ധിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ളൊരു എഫർട്ട് നികുതി വകുപ്പ് ചെയ്തിട്ടില്ല എന്നതാണ് UDFൻ്റെ ധവളപത്രത്തിൻ്റെ മുഖ്യമായ വിമർശനം. ഇത് നികുതി വെട്ടിപ്പുകാരുടെ ഒരു സേഫ് ഹാവൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. സുരക്ഷിതമായ സങ്കേതമാണ്. കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി വരുന്നു, നാഗർകോവിലിൽ നിന്ന് വരുന്നു, മംഗലാപുരത്തു നിന്ന് വരുന്നു. ഇവിടെ ചിലർ പറയുന്നത്, എനിക്ക് പരിചയമുള്ള ചിലർ പറയുന്നത് നുണയായിരിക്കാം, ഇവിടെ വന്നിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ്. കാരണം ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. നമ്മുടെ പരിശോധനാ വകുപ്പുകളിൽ ഏറ്റവും ദുർബലമായ വകുപ്പ് ഫീൽഡിലുള്ള നികുതി വകുപ്പാണ്. ഫീൽഡിലുള്ള നികുതി വകുപ്പ് ഓഫീസിലവരുണ്ട്, ഫീൽഡിൽ അവരില്ല. എന്നാൽ നമ്മളെ ഈ കുട്ടികൾ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാത്ത എന്തൊരു ശുഷ്കാന്തിയാണ് പിടിക്കുന്നത്. ഹെൽമെറ്റ് വയ്ക്കാത്ത കുട്ടികൾ, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്തിന് ബെൽറ്റ് ഇട്ടോ എന്നറിയാനായിട്ട്. നല്ല കാര്യമാണ്, ബെൽറ്റ് ഇടാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എവിടെ ഈ ടാക്സ് പിടിക്കുന്ന കൃത്രിമ ബുദ്ധി? എവിടെ? അങ്ങനൊരു സംവിധാനമില്ല. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പണ്ട് ഐസക്കുള്ള സമയത്ത് അന്ന് അത് എന്താ പറയുക, നമ്മുടെ ചെക്ക് പോസ്റ്റ് ഡ്രിവൺ ആയിരുന്നു. ഇപ്പം ചെക്ക് പോസ്റ്റ് ഇല്ല. നമ്മളൊരു അവസാനത്തെ ടെയിൽ എൻഡാണ് ഈ കേരളം. നമ്മൾ മധ്യപ്രദേശ് പോലെയോ ആന്ധ്രാപ്രദേശ് പോലെയോ അല്ല. ഇവിടെ വന്നാൽ പിന്നെ അറബിക്കടലേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്, പിന്നെ അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. അങ്ങനെയുള്ളൊരു ടെയിൽ എൻഡിൽ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായ സമയത്ത് കാണിക്കേണ്ട ജാഗ്രത കാണിച്ചില്ല എന്നതാണ് UDFൻ്റെ വിമർശനം. അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ പോസ്റ്റ് കോവിഡ് ഇറയിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുമായിരുന്നു ടാക്സ്. അതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ പറയുന്നില്ല. KP കണ്ണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് കൊടുത്ത സവിസ്തരമായൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അദ്ദേഹം പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു എക്കണോമിസ്റ്റ് അല്ലേ.
പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു അതോറിറ്റി അല്ലേ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഡീറ്റെയിൽ റിപ്പോർട്ട് ചോദിച്ചാൽ പോലും ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പൊതുവിൽ പറയുമെന്നല്ലാതെ ഇത്രയും വലിയ പെർ ക്യാപിറ്റ ഇൻകമുള്ള, ഇത്രയും വലിയ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചറുള്ള, അതായത് ഗുഡ്സ് വാങ്ങിക്കുന്നതിൽ കൺസംഷനുള്ള ഒരു സ്റ്റേറ്റിൽ ടാക്സിനെ കുറിച്ചുള്ള കണക്കില്ല. സ്വർണത്തിൽ നിന്ന് കിട്ടിയതെത്ര, കിട്ടേണ്ടതെത്ര, കിട്ടുമായിരുന്നതെത്ര കണക്കില്ല. ഫ്രിഡ്ജുകൾ, ടി വികൾ എന്ന് തുടങ്ങി ഇവിടുത്തെ അതുപോലെ മാർബിള്, ടൈല് തുടങ്ങിയിട്ടുള്ള നിരവധി ഇച്ചിരി പൈസയുള്ളവർ ഉപയോഗിക്കുന്ന സംഗതികൾ, തീപ്പെട്ടിയും മെഴുതിരിയൊക്കെ വിടുക, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കമ്പ്യൂട്ടറുകൾ, 1 ലക്ഷം രൂപയുള്ള ഫോണുകൾ, 2 ലക്ഷം രൂപയുള്ള കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇതിൻ്റെയൊക്കെ വിതരണത്തെ സംബന്ധിച്ച കണക്കുകൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്, KP കണ്ണനാ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ സൂക്ഷ്മമായി പിടിക്കുകയാണ് എങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കൂടിയതുകൊണ്ടാണല്ലോ നമ്മുടെ ധനകാര്യ കമ്മീഷൻ നമുക്ക് കുറച്ച് തരുന്നത്. കർണാടകത്തിനും കുറച്ചാണ് കൊടുത്തത്. കർണാടകത്തിൽ BJP ഉള്ളപ്പോഴാണ് കുറച്ച് കൊടുത്തത്. ഇപ്പോൾ ഒന്ന് കർണാടകം വന്നേ എന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നു? കർണാടകത്തിന് BJP ഭരിക്കുമ്പോൾ പോലും കിട്ടിയില്ല. കാരണം പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ളവർക്ക് ഡിവിസിൽ പോളിൽ നിന്നും കുറച്ചേ കിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. ശരി, ഞാൻ ഫോറസ്റ്റിന്റെ കാര്യം പറയാൻ നിങ്ങൾ അനുവദിക്കുമോ? ഇല്ല, ഞാൻ ഒരു ഇടവേള എനിക്ക് ആവശ്യമായിരുന്നു. മടങ്ങിയെത്താം. ഒരു അവസരം കൂടി എന്തായാലും